ഇന്ന് ദൈവം തന്ന ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് യാക്കോബിൻ്റെ ലേഖനം നമുക്ക് എല്ലാവർക്കും എടുക്കാം. 1-ാം അധ്യായം 12-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. എല്ലാവരും എടുക്കുക. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ യോഗ്യനെന്ന് തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. ജീവകിരീടം എന്ന വാക്ക് ബൈബിളിൽ 2 സ്ഥലത്താണ് നമ്മൾ കാണുന്നത്. അതിൽ ഒന്നാമത്തേത് ഈ ഭാഗത്ത്, രണ്ടാമത്തേത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ. ഈ 2 സ്ഥലത്തും ജീവകിരീടം എന്നുള്ള വാക്ക് ട്രയൽസിനോടുള്ള ബന്ധത്തിൽ, കഷ്ടതയോടുള്ള ബന്ധത്തിൽ, പരീക്ഷയുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വാക്യം തുടങ്ങുന്ന ഇങ്ങനെയാണ്: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മളെപ്പോഴും വേദപുസ്തകം വായിക്കുമ്പോൾ, അതിലെ പ്രസ്താവനകൾ കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇതാരാണ് പറയുന്നത്? ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ ദാസന്മാർ പറയുന്നു, അല്ലെങ്കിൽ ദൈവം പറയുകയാണ് ഭാഗ്യവാൻ. ദൈവം ഒരാളെ ഭാഗ്യവാൻ എന്ന് വിളിക്കണമെങ്കിൽ ആ വിളി എത്ര ഉന്നതമാണ്. നമുക്കറിയാം, ഭാഗ്യവാൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സാധാരണ ഭാഷയിൽ വലിയ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം ഭാഗ്യവാൻ എന്ന് പറയുന്നത് എത്രയോ വലിയ ഭാഗ്യമാണ്. ഇവിടെ പറയുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമുക്കാർക്കും പരീക്ഷ അത്ര താല്പര്യമുള്ള വ്യക്തികളല്ല. പ്രത്യേകിച്ചും നമ്മൾ ഈ കാലയളവിൽ വളരെയധികം സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെ സൗകര്യങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് അത് അനുഭവിക്കാം. മറുഭാഗത്തുള്ളൊരു പ്രശ്നം, പരീക്ഷയോട്, ട്രയൽസിനോട്, കഷ്ടതയോട് നമുക്കൊരു വിമുഖതയുണ്ടാകും. അതുകൊണ്ട് ഒരു ട്രയൽസ് ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മളതിനെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. പക്ഷെ ഇവിടെ ദൈവം പറയുകയാണ്, ട്രയൽസിലൂടെ കടന്നു പോകുന്നവർ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതിൻ്റെ കാരണം പറയുന്നു, എന്തെന്നാൽ അവൻ യോഗ്യനെന്ന് തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. ദൈവം വിശ്വാസികൾക്ക് നൽകാൻ പോകുന്ന പല കിരീടത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. അതിലൊന്നാണ് ജീവകിരീടം. പൗലോസ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നാം ഓടുന്നത് വാടിപ്പോകുന്ന കിരീടത്തിന് വേണ്ടിയല്ല. അതായത് പണ്ട് സ്പോർട്സ് നടക്കുന്ന സമയത്ത്, റോമിലൊക്കെ സ്പോർട്സ് നടക്കുന്ന സമയത്ത് അതിൽ ജയിക്കുന്ന ആളുകൾക്ക് ഒരു കിരീടം വെച്ച് കൊടുക്കും. ആ കിരീടം എന്ന് പറയുന്നത് അത്തിയില കൊണ്ട് തുന്നിയ ഒരു കിരീടമാണ്. ആ കിരീടം കിട്ടുമ്പോൾ വലിയ അഭിമാനമാണ്. ഒരുപക്ഷെ രാജവാരിയും കൊടുക്കുന്നത്. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്, വൈകിട്ടാകുമ്പോൾ അത് ഉണങ്ങി വാടിപ്പോകും. എന്നാൽ കർത്താവ് നമുക്ക് തരാൻ പോകുന്ന ആ കിരീടം, അത് ജീവകിരീടമാണ്. അത് വാടിപ്പോകുന്ന കിരീടമല്ല. ഇവിടെ യാക്കോബ് പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, കാരണം അവൻ യോഗ്യനെന്ന് തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. ഇനി നിങ്ങളെല്ലാവരും ആ വാക്യത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഒന്ന് പറയാമോ? ആ വാക്യത്തിലേക്ക് നോക്കിയിട്ട് അവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പരീക്ഷ സഹിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്, കർത്താവ് ജീവകിരീടം നൽകുമെന്ന് പറയുന്നുണ്ട്, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്കെന്ന് പറയുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണ്? കൊള്ളാവുന്നവരായി തെളിഞ്ഞ ശേഷം വേറെ പറയാമോ? അതാണ് അതിൻ്റെ പോയിന്റ്. ഒന്ന് വായിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചേ. കഷ്ടത സഹിക്കുന്നവർക്കല്ല ജീവകിരീടം, കൊള്ളാവുന്നവനെന്ന് തെളിഞ്ഞവർക്കല്ല ജീവകിരീടം. പിന്നെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ആർക്കാണ്? തന്നെ സ്നേഹിക്കുന്നവർക്കാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ജീവകിരീടം. പിന്നെ ഇതിന് മറ്റു കാര്യങ്ങൾ പറഞ്ഞത് പരീക്ഷ സഹിക്കുന്നത് ആരാണ്? കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ പരീക്ഷ സഹിക്കാൻ പറ്റൂ. ഈ പരീക്ഷയല്ല വിഷയം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പരീക്ഷ വരും. പക്ഷേ ആ പരീക്ഷയിൽ നമ്മൾ കൊള്ളാവുന്നവരെന്ന് തെളിയുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. പരീക്ഷ വന്നു എന്നതുകൊണ്ട് കാര്യമില്ല. പക്ഷെ പരീക്ഷ ഇപ്പോൾ നമ്മുടെ ഓഫീസിലായിക്കൊള്ളട്ടെ, വീട്ടിലായിക്കൊള്ളട്ടെ, അയൽപക്കത്തായിക്കൊള്ളട്ടെ, നമ്മുടെ ശാരീരികമായ പ്രശ്നങ്ങളിലായിക്കൊള്ളട്ടെ, ഇതുപോലെയുള്ള ട്രയൽസ് വരുമ്പോൾ, ട്രയൽസ് വന്നതല്ല വിഷയം, ആ ട്രയൽസിൻ്റെ മുൻപിൽ നമ്മൾ എങ്ങനെ അതിനെ അഭിമുഖീകരിച്ചു. നമ്മുടെ സ്ഥാനത്ത് യേശു ആയിരുന്നെങ്കിൽ എങ്ങനെ അഭിമുഖീകരിക്കുമായിരുന്നു,
അതുപോലെയാണോ നമ്മൾ അഭിമുഖീകരിച്ചത്? അതാണ് ഒരു വിഷയം. പക്ഷേ നമ്മളിപ്പോൾ കേട്ടു, പരീക്ഷകൾ പലതും നമുക്ക് എളുപ്പത്തിൽ സഹിക്കാനും അതിലൂടെ കടന്നു പോകാനും കഴിയുന്ന കാര്യങ്ങൾ അല്ല. ഇവിടുത്തെ കാതലായ വിഷയം, കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷ സഹിക്കാനും പരീക്ഷയിലൂടെ കൊള്ളാവുന്നവനായി തെളിയാനും പറ്റൂ. ആ വാക്ക് ശ്രദ്ധിക്കുക. കർത്താവ് സ്നേഹിക്കുന്നത് എന്നല്ല, കർത്താവിനെ സ്നേഹിക്കുക. നമ്മുടെ പാട്ടുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 90% പാട്ടുകളും കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന സ്നേഹത്തെക്കുറിച്ചുള്ളതാണ്. നമുക്കാർക്കും അതിനെക്കുറിച്ച് സംശയമില്ല. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. പിന്നെ സംശയം വരുന്നത് ട്രയൽസ് വരുമ്പോൾ മാത്രമാണ്. നമ്മൾ ചോദിക്കും, കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? അപ്പോൾ ആ ചോദ്യം ഇല്ലാത്തത് കൊണ്ടല്ല ചോദിക്കാത്തത്, ആ ചോദ്യം ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. 1 യോഹന്നാൻ 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. നമ്മളാരും തന്നെ ദൈവത്തെ സ്നേഹിക്കാൻ കെൽപ്പുള്ളവരല്ല. നല്ല മലയാളത്തിൽ പറയാം, പാങ്ങുള്ളവരല്ല, ശക്തിയുള്ളവരല്ല. നമ്മൾ അടിസ്ഥാനപരമായി സ്വാർത്ഥരാണ്. ഈ സ്വാർത്ഥതയുള്ള നമുക്കെങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും? ഇത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മുടെ ഒഴിഞ്ഞ പാത്രങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് ദൈവം നിറച്ചു. അത് കുറച്ചെങ്ങാനുമാണോ നിറച്ചത്? ഞാൻ എന്നെക്കുറിച്ച് ഓർക്കാറുണ്ട്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എപ്പോഴേ എൻ്റെ പേര് ഞാൻ വെട്ടിയേനെ. എത്രയോ പ്രാവശ്യം ദൈവത്തോട് ഇനി ചെയ്യത്തില്ല, ഒരു വട്ടം കൂടി ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ട്, ഈ 10ാമത്തെ ലാസ്റ്റ് വാണിംഗ് ആണെന്ന് പറയുന്നത് പോലെ ഒരുപാട് പ്രാവശ്യം പിന്നെയും ഞാനത് ആവർത്തിച്ചു. പിന്നെയും ചെന്ന് ദൈവത്തോട് പറയുമ്പോൾ ദൈവം ക്ഷമിച്ചു, എന്നോട് ദീർഘക്ഷമ കാണിച്ചു. നമ്മോട് ദൈവം ദീർഘക്ഷമ കാണിച്ചു. ദൈവത്തെ അറിയുന്നതിന് മുൻപുള്ള കാര്യമല്ല, അറിഞ്ഞതിന് ശേഷം. അങ്ങനെ ദൈവം നമ്മെ ഒരുപാട് സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വേദപുസ്തകം വളരെ ശക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ദൈവം നമ്മെ സ്നേഹിച്ചു. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ യാതൊരു വിധത്തിലും കഴിവില്ലാതിരുന്ന നമ്മിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറച്ചിട്ടാണ് ദൈവം നമ്മോട് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കും. ഈ ഒഴിഞ്ഞ പാത്രത്തിൽ നിന്ന് വെള്ളം കൊടുക്കാൻ പറഞ്ഞാൽ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം ഈ ഒഴിഞ്ഞ പാത്രത്തിൽ നിറച്ചും വെള്ളം നിറച്ചു. എന്നിട്ടാണ് പറയുന്നത് കുറച്ച് വെള്ളം കൊടുക്കാൻ. ദൈവം നമ്മെ സ്നേഹിച്ചു, എന്നിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും പാടാറുണ്ട്, ക്ലെയിം ചെയ്യാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് അറിയാനുള്ള ചില അടയാളങ്ങൾ വേദപുസ്തകം പറയുന്നുണ്ട്. ഒന്ന്, നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ കൽപ്പനയെ കാത്തുകൊള്ളും. അതുപോലെ ഇങ്ങനൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? അപ്പോൾ എൻ്റെ അയൽക്കാരനെ, മറ്റൊരു വ്യക്തിയെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെയുള്ള മറ്റൊരു അടയാളമാണ് സഫറിങ്, ട്രയൽസ്. നമുക്ക് ആ ആദ്യത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. യാക്കോബ് 1:12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ യോഗ്യനെന്ന് തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. മറ്റൊരു ടെസ്റ്റാണ് പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നില്ലേ എന്നതിൻ്റെ അടയാളമാണ്. മലാക്കിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. നമുക്ക് നോക്കാം. മലാക്കിയുടെ പുസ്തകം 1-ാം അധ്യായം. അവിടെ അവർ ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യം നമ്മൾ കാണുന്നുണ്ട്. 2-ാം വാക്യം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു എന്ന് യഹോവ അരുളി ചെയ്യുന്നു, എന്നാൽ നിങ്ങൾ ചോദിക്കുകയാണ്, നീ ഞങ്ങളെ എങ്ങനെ സ്നേഹിച്ചു എന്ന് ചോദിക്കുന്നു. അവർ പറയുകയാണ്, അവർക്ക് സംശയമാണ്,
ദൈവം എന്നെ സ്നേഹിച്ചോ? ദൈവം അവരെ സ്നേഹിച്ചോ എന്ന് സംശയിക്കുന്നത് കൊണ്ട് അവർ ദൈവത്തോട് ചോദിക്കുന്നു. ട്രയൽസിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ചോദ്യം നമ്മിൽ നിന്ന് വരുന്നെങ്കിൽ അതിനർത്ഥം നാം ദൈവത്തെ സ്നേഹിക്കുന്നില്ല. എന്താ കാരണം? റോമാലേഖനം 8-28 വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ ഉദ്ദേശമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകല കാര്യങ്ങളും അവൻ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് നാം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവരെന്തറിയുന്നു? എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് സ്നേഹത്തിൻ്റെ പ്രകടനമാണെന്ന് അറിയുന്നു. ആര്? ദൈവത്തെ സ്നേഹിക്കുന്നവർ. ഇവിടെ മലാക്കിയിൽ അവർ ചോദിക്കുന്നത് എന്താണ്? നീ ഞങ്ങളെ സ്നേഹിക്കുന്നില്ല. അതാണ് അവരുടെ അർത്ഥം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, എൻ്റെയൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷിച്ച പോലെ ട്രെയിനിൽ സീറ്റ് കിട്ടാതിരിക്കുമ്പോൾ, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കുണ്ടാകുന്നൊരു കോപം അടിസ്ഥാനപരമായി ദൈവത്തോടാണ്. പിന്നെ ദൈവത്തെ ചീത്ത വിളിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അത് ഭാര്യയോ ഭർത്താവിനെയോ മക്കളെയൊക്കെ ചീത്ത വിളിച്ച് നമ്മൾ ഒതുക്കുന്നു. അപ്പം ദൈവം നമ്മെ സ്നേഹിക്കുന്നില്ല എന്ന് ഇതുപോലെയുള്ള സംഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുകയാണ്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് വേണ്ടി ദൈവം വലിയതൊന്ന് കരുതിയത് കൊണ്ടാണ് ദൈവം നമ്മെ ഈ ട്രയൽസിലേക്ക് ക്ഷണിച്ചത്. കാര്യം എന്താ? ഈ ട്രയൽസിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരു ജീവകിരീടം വെച്ചിട്ടുണ്ട്. അത് ലഭിക്കുന്നവരെക്കുറിച്ച് ദൈവം വിളിക്കുന്നത് ഭാഗ്യവാൻ. ഭാഗ്യവാൻ. ക്രിസ്തീയ പക്വതയുടെ, മെച്യൂരിറ്റിയുടെ ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു രീതി എന്ന് പറയുന്നത് ദൈവം കാണുന്നത് പോലെ കാര്യങ്ങളെ കാണാനുള്ള കഴിവാണ്. അതാണ് മെച്യൂരിറ്റി. ദൈവം കാണുന്നത് പോലെ കാര്യങ്ങളെ കാണുക. ട്രയൽസിനെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വിവിധമായ ട്രയൽസ്, വിവിധമായ പരിശോധനകൾ, പരീക്ഷകൾ ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഒരാൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിൽ വേറൊരാൾക്ക് നിരന്തരമായി അദ്ദേഹത്തെ പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഓഫീസിലായിരിക്കാം. വേറൊരാൾക്ക് വേറൊരു ട്രയൽ ആയിരിക്കാം. എല്ലാവർക്കും ഒരുപോലെയുള്ള ട്രയലാണെന്നില്ല. ചിലർക്ക് രോഗങ്ങളായിരിക്കാം, കഠിനമായ രോഗങ്ങൾ, നിരന്തരമായി വിട്ടുമാറാത്ത പല രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക ദൈവദാസന്മാരെ എനിക്കറിയാം. എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അതെല്ലാം ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ഒരു പ്രകടനമോ ദൈവം നമ്മെ ശിക്ഷിക്കുന്നതോ അല്ല. ശിക്ഷിക്കുന്നതാണെങ്കിൽ പോലും വേദപുസ്തകം പറയുന്നത് ബാലശിക്ഷ കഴിക്കുന്നതാണ്. എന്തിനു വേണ്ടി? നമ്മെ തികഞ്ഞവരാക്കാൻ വേണ്ടി. അതും കോപത്തിൻ്റെ പ്രകടനമല്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ട്രയൽസ് ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമെന്ന് അറിയണമെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കണം. ഇവിടെ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ ഉദ്ദേശമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകല കാര്യങ്ങളും നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് നാം അറിയുന്നു. നമ്മൾ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നം, നമ്മുടെ ജീവിതത്തിൽ ദൈവം കടത്തിവിടുന്ന പല ട്രയൽസും നമ്മൾ ട്രയലാണെന്ന് അറിയുന്നില്ല, സാധാരണമായിട്ട് കാണുന്നു. നമ്മെ ഒരാൾ കോപിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നാം കടന്നു പോകേണ്ടി വരുന്ന കഠിനമായ സമയങ്ങൾ, ഇതൊക്കെ ട്രയൽസാണ്, നമ്മൾ അറിയുന്നില്ല. ഇനി ട്രയൽസ് ആണെന്ന് അറിഞ്ഞാൽ തന്നെ വേറൊരു പ്രശ്നം, നമ്മൾ പലപ്പോഴും അതിജീവിക്കുന്നത് നമ്മുടെ കഴിവ്, നമ്മുടെ പണം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സ്വാധീനങ്ങൾ വെച്ച് അതിന് പരിഹാരം ഉണ്ടാകും. അങ്ങനെ എല്ലാ കാരണങ്ങൾ കൊണ്ടും എന്തിനു വേണ്ടി ആ ട്രയൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അയച്ചോ അത് ക്യാൻസലായി പോകും. അതായത് നമ്മൾ പരീക്ഷ എഴുതാത്തത് പോലെയാണ്. നമുക്കറിയാം, പരീക്ഷ എഴുതിയാൽ മാത്രമേ പ്രൊമോഷനുള്ളൂ. ഇത് പരീക്ഷ എഴുതാത്തത് പോലെയായി. അപ്പോൾ നമ്മളെന്താ ചിന്തിക്കുന്നത്? കർത്താവേ, എത്രയോ ട്രയലിൽ കൂടെ ഞാൻ കടന്നുപോയി, ഇല്ല. എത്രയോ പരീക്ഷകൾ ഞാൻ എഴുതി, ഇല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ട്രയലിൽ കൂടെ കടന്നു പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ കടന്നു പോകാൻ കഴിയണമെങ്കിൽ എനിക്ക് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത് ദൈവത്തോടുള്ള സ്നേഹം. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് കയറിപ്പോകുവാൻ മനസ്സില്ലാതെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പന ധിക്കരിച്ചു. അതായത് ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ കൂടെ നടന്നിട്ട് ദൈവം വാഗ്ദത്തം ചെയ്ത
കനാൻ നാട്ടിലേക്ക് കയറാൻ പോവുക. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. ദൈവം പ്രതീക്ഷിക്കുന്നത് ഇവർക്ക് വലിയ നന്മയാണ് എന്നൊക്കെയാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവരതിനോട് പ്രതികരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്ത് പറഞ്ഞു, യഹോവ നമ്മെ വെറുക്കുന്നതിനാൽ നമ്മെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അമോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു. എന്താ ഇവരുടെ പ്രശ്നം? അവർ കടന്നു പോകുന്ന ട്രയൽസിൽ ഈ പരീക്ഷകളെ അവർ കാണുന്നത് അക്ഷരീകമായിട്ടാണ്, അക്ഷരീക കണ്ണുകൾ കൊണ്ടാണ്, അവരുടേതായ ജ്ഞാനം കൊണ്ടാണ്. നമുക്കറിയാമോ, നമ്മുടെ ജീവിതം, സാധാരണ ഒരു ജീവിതം, ആത്മാവില്ലാത്തൊരുവൻ്റെ ജീവിതം നയിക്കാൻ ഏറ്റവും വേണ്ട ഒരു ഉപകരണം എന്താണെന്ന് അറിയാം ഇന്നത്തെ കാലത്ത്? അല്ല, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണെന്നറിയാമോ? കാൽക്കുലേറ്റർ. അവൻ മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്താണ്. എത്ര ഇൻകം ഉണ്ട്, ദൈവം അവനോട് അവൻ്റെ കയ്യിൽ ഒതുങ്ങാത്ത ഇൻകത്തേക്കാൾ വലിയൊരു പ്രവൃത്തി ചെയ്യാൻ പറഞ്ഞാൽ അവന് പറ്റില്ല. കാരണം അവൻ്റെ കാൽക്കുലേറ്ററിൽ അങ്ങനെ ആ കണക്കില്ല. അവൻ്റെ കണക്കെങ്ങനെയാണ്? 1000 രൂപ കയ്യിലുണ്ടെങ്കിൽ 1000 രൂപ ചെലവഴിക്കാം. അപ്പോഴാണ് ദൈവം പറഞ്ഞത് 2000 രൂപയുടെ ഒരു പണി ചെയ്യാൻ. അക്ഷരീകമായി നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ട്രയൽസിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഞാൻ ഈ പറയുന്നത്. ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? അവരക്ഷരീകമായി കണ്ടു. എന്താണ്? കനാൻ നാട്ടിൽ മല്ലന്മാരുണ്ട്, കനാൻ നാട്ടിൽ ശക്തന്മാരുണ്ട്. എന്നിട്ട് അവരക്ഷരികമായി അതിനെ കണ്ടപ്പോൾ അതിനെ വർണ്ണിക്കാൻ ഉപയോഗിച്ച വർണ്ണനകളുണ്ട്. എന്താണെന്നറിയാമോ? അവരുടെ മുൻപിൽ ഞങ്ങൾക്ക് ഞങ്ങളെ വെട്ടുകിളികളെ പോലെ തോന്നിയെന്ന്. യെസ്, തോന്നും, സത്യമാണ്. കാര്യം എന്താ? അമാലേക്ക് മല്ലന്മാർ എന്ന് പറയുന്നത് വലിയ ഉയരവും വണ്ണവും ഒക്കെ ഉള്ള ഭയങ്കരന്മാരാണ്, ഗോലിയാത്തിൻ്റെ പാർട്ടികളാണ്. അക്ഷരികമായി നോക്കിയപ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്ക് വെട്ടുകിളികളെ പോലെ തോന്നി. എന്നിട്ട് അവരെന്താ പറയുന്നത്? അവർ പിറുപിറുത്തു. എന്നിട്ട് എന്താ പറയുന്നത്? ദൈവം ദുഷ്ടനാണ്, ചതിയനാണ്, ഞങ്ങളെ നശിപ്പിക്കാനാണോ ദൈവം കനാൻ നാട്ടിലേക്ക് കയറാൻ പറയുന്നത്? 28ാമത്തെ വാക്യം, എവിടേക്കാണ് നാം കയറിപ്പോകുന്നത്? ജനങ്ങൾ നമ്മേക്കാൾ വലിയവരും ദീർഘകായന്മാരും പട്ടണങ്ങൾ വലിയവയും ആകാശത്തോളം എത്തുന്ന മതിലുമുള്ളവയാകുന്നു. ഞങ്ങൾ അവിടെ അനാക്യരെയും കണ്ടുവെന്ന് പറഞ്ഞ് നമ്മുടെ സഹോദരന്മാർ നമ്മുടെ ഹൃദയം ഒരുക്കിയിരിക്കുന്നു. ഇതേ കാഴ്ച തന്നെയാണ് യോശുവയും കാലേബും കണ്ടത്. പക്ഷെ അവർ തമ്മിലുള്ള വ്യത്യാസം, യോശുവയും കാലേബും കണ്ടത് അക്ഷരീകമായ കണ്ണുകൾ കൊണ്ടല്ല, അവർ കണ്ടത് ദൈവം കാണുന്നത് പോലെയാണ്. അവർക്ക് തിരിച്ചാണ് തോന്നിയത്. മറ്റുള്ളവർക്ക് എന്തു തോന്നി? അവരുടെ മുൻപിൽ ഞങ്ങൾ വെട്ടുക്കിളികൾ. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിലൂടെ കണ്ട യോശുവയ്ക്കും കാലേബിനും തോന്നി ഞങ്ങളുടെ മുൻപിൽ അവർ വെട്ടുകിളികൾ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നുവെന്ന് അവരറിയും. ദൈവത്തെ നാം സ്നേഹിക്കുന്നെങ്കിൽ മാത്രമാണ് ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ട്രയൽസിൽ പിറുപിറുക്കാതെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അനേകരുടെ ജീവിതത്തിൽ എനിക്ക് പലപ്പോഴും വാക്കുകളില്ല പറയാൻ. ഈ പ്രസംഗം പറയുന്നെങ്കിൽ പോലും അവരോട് എന്താണ് ആശ്വാസ വാക്ക് പറയേണ്ടതെന്ന് പറയാൻ പറ്റാത്ത അനേകരുടെ ജീവിതമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നുണ്ട്. ഒന്നിനു പുറകെ ഒന്ന് പ്രശ്നങ്ങൾ. എന്തുകൊണ്ട് എനിക്ക് പറയാൻ പറ്റാത്ത? ഞാനും പലപ്പോഴും അക്ഷരികമായിട്ടാണ് കാണുന്നത്. ദൈവം അറിയാത്തവനല്ല, ദൈവം കഴിയാത്തവനല്ല. ദൈവം സകലതും അറിയുന്നു, ദൈവത്തിന് സകലതും കഴിയും. ദൈവം സർവശക്തനാണ്, ദൈവം ചരിത്രം ഉണ്ടാക്കിയവനാണ്. ഇസ്രായേൽ മക്കളുടെ ചരിത്രം ദൈവം ഉണ്ടാക്കിയത് അവർക്ക് വേണ്ടി മാത്രമല്ല, നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ സർവശക്തനായ ദൈവം. ആ സർവശക്തനായ ദൈവം തൻ്റെ അശക്തി കൊണ്ടോ തൻ്റെ കഴിവില്ലായ്മ കൊണ്ടോ അല്ല നമ്മെ ജീവിതത്തിലെ പല കഠിനമായ വഴിയിലൂടെ കടത്തിവിടുന്നത്. പിന്നെയോ ഒരു ജീവകിരീടം നൽകാൻ. ഈ ഒരു ഓർമ്മപ്പെടുത്തൽ
നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. യാക്കോബ് അതിനെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. അങ്ങനെയുള്ള തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോഴാണ് പൊന്നുപോലെ പുറത്തു വരുന്നത്. എന്നാൽ ഈ തീച്ചൂളയിലൂടെ കടന്നു പോകുന്ന എല്ലാവരും പൊന്നുപോലെ പുറത്തു വരുന്നില്ല. ഇസ്രായേൽ മക്കൾ 40 വർഷം കൊണ്ട് എന്ത് പഠിച്ചു? കുറച്ചുകൂടി നന്നായി പിറുപിറുക്കാൻ പഠിച്ചു. പക്ഷെ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടുണ്ട്. ആ റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ സഹനത ആവശ്യമാണ്, സഹിഷ്ണുത ആവശ്യമാണ്. ആ സഹിഷ്ണുതയിൽ നമ്മൾ ഈ ട്രയൽസിലൂടെ കടന്നു പോകാനുള്ള കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള അറിവ് നമുക്കുള്ളതുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ നാം മനസ്സിലാക്കും ദൈവം എല്ലാം നന്മയ്ക്കാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും നമ്മുടെ ജീവിതം ഹ്രസ്വമാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മളെപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. നമ്മൾ അനുഭവിക്കുന്ന ഈ സഫറിങ് എന്ന് പറയുന്നത് അതൊരു വലിയ സഫറിങ് അല്ല. എന്താണ് വലുതെന്ന് പറയാൻ കാര്യം, നിത്യതയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള ജീവിതം വളരെ വളരെ ഹ്രസ്വമാണ്. നമ്മെ ഭാഗ്യവാനെന്ന് വിളിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു കാര്യം, സഫറിങ്ങിലൂടെ കടന്നുപോയി കൊള്ളാവുന്നവനെന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വെച്ചിരിക്കുന്ന ഒരു ജീവഗിരി. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പലരുടെയും സ്നേഹം തണുത്തുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. സ്നേഹം മങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ദൈവത്തോടുള്ള സ്നേഹം മങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ നോക്കുന്നത്, ഇത്രയധികം സ്നേഹം നിനക്ക് ഞാൻ നൽകിയിട്ട് നിൻ്റെ പാത്രം നിറഞ്ഞിട്ടും അതിലല്പമെങ്കിലും നീ എനിക്ക് തിരിച്ചു തരാത്തതെന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നവരെ ട്രയൽസിലൂടെ കടത്തിവിടുന്നു. ട്രയൽസിലൂടെ കടത്തിവിടുമ്പോൾ അവർ വിജയിക്കുന്നു. കാരണം അവർ ദൈവത്തെ സ്നേഹിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് അവർ പിറുപിറുക്കത്തില്ല. അവർ എണ്ണും, ഇത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. പിറുപിറുപ്പുകാരും സ്തോത്രക്കാരും ഇടവിടാതെ സ്തോത്രം ചെയ്യും. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രത്തിൻ്റെ ഓപ്പോസിറ്റാണ് പിറുപിറുപ്പ്. വിശ്വാസത്താൽ മാത്രമേ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റൂ. എന്താണ് വിശ്വാസം? ദൈവം എന്നെ സ്നേഹിച്ചു. ദൈവം എന്നെ സ്നേഹിച്ച് തൻ്റെ ജീവൻ ക്രൂശിൽ യാഗമായി നൽകി. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞാൻ കഴുകപ്പെട്ടവനായി. പിതാവിൻ്റെ സന്നിധിയിൽ എനിക്ക് പ്രവേശനം ലഭിച്ചതിൻ്റെ കാരണം എൻ്റെ നീതിപ്രവൃത്തികളല്ല, യേശുക്രിസ്തുവിൻ്റെ ത്യാഗമാണ്. കർത്താവിൻ്റെ മേശയിൽ നമ്മൾ അതാണ് പങ്കിടുന്നത്. യേശുവിൻ്റെ സ്നേഹത്തെ നമ്മൾ ഓർക്കുകയാണ്, യേശുവിൻ്റെ ത്യാഗത്തെ നമ്മൾ ഓർക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ സ്തോത്രക്കാരായി നമുക്ക് മാറാം, പിറുപിറുപ്പുകാരായിട്ടല്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മളെല്ലാം ജീവിതത്തിൽ പലവിധമായ ട്രയൽസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ആ ട്രയൽസിൻ്റെ മധ്യത്തിൽ പിറുപിറുക്കാതിരിക്കണം. സ്തോത്രഗീതം പാടുക നീ മനമേ. ദൈവം നമുക്ക് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദൈവം നമുക്ക് നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ. ദൈവം നമുക്ക് നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. ദൈവം നല്ലവൻ. പക്ഷേ എൻ്റെ വ്യാഖ്യാനമാണ് പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. എൻ്റെ വ്യാഖ്യാനമാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ എന്തായിരിക്കും എൻ്റെ വ്യാഖ്യാനം? ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്ക് കൂടി വ്യാപരിപ്പിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.